അങ്ങനെ പൂരാടവും പിറന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്നൂടെ ആകുമ്പോഴേക്കും നമ്മൾ നല്ല ഓണത്തിരക്കുകളിലായിട്ടുണ്ട്. രാവിലെ തന്നെ ആഷ്മോള് കുളിപ്പിച്ച് റെഡിയാക്കി, പിന്നെ പൂക്കളെല്ലാം അരിഞ്ഞു വെച്ചു, അതെല്ലാം റെഡിയാക്കി പൂക്കളം ഇട്ട് തുടങ്ങി. നമ്മുടെ സെക്കൻഡ് തട്ടും ചെറിയ രീതിയിൽ, അതിൽ കാര്യമായിട്ടൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും ഇടണില്ല കേട്ടോ, ചെറുതായിട്ട് മാത്രം അതിലും ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മെയിനായിട്ടുള്ള പൂക്കളം ഇവിടെ എല്ലാം ആഷുമോളുടെ തന്നെ ഡിസൈനിലാണ് ഇന്ന് കാര്യങ്ങൾ നടക്കുന്നത്. ഇന്നെനിക്ക് കിച്ചണിൽ ഹെൽപ്പിനൊരു ചേച്ചിയുണ്ടേ. ചേച്ചി ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വരാറ്. അപ്പോൾ ഇന്ന് വീട്ടിലെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഷോപ്പിൽ ഇന്ന് ഓണം സെലിബ്രേഷനാണ്. അപ്പോൾ ഞാൻ ഓണത്തിൻ്റെ റെഡിയായിട്ട് ഞാനും മോളും കൂടി ഷോപ്പിലേക്ക് എത്തി. എല്ലാവരും ഇന്ന് ഓണം അറ്റയറുകളിലാണ്. അപ്പോൾ ഞാനൊരു സെറ്റ് മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്, ഹാൻഡ്ലൂമിൻ്റെ സെറ്റ് മുണ്ടാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തന്നെ ആരി വർക്ക് ചെയ്ത ഒരു ബ്ലൗസുമാണ് ഇട്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അലീന, ഫാഷൻ ഡിസൈനറാണ്. എൻ്റെ ഷോപ്പിലുള്ളത് 3 പേരാണ്. 3 പേരും ഫാഷൻ ഡിസൈനേഴ്സാണ്, അലീനയും അശ്വതിയും ജീനയും. പിന്നെ ആഷുമോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഓണത്തിൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് ഡെലിവറി ആണല്ലോ ഇന്ന്. ഞങ്ങളിന്ന് ഓണത്തിന് മാറ്റിപ്പിടിച്ചു, ബിരിയാണിയാക്കി. പൂരാടത്തിൻ്റെ അന്നാണ് വീടുകളിലുള്ള അച്ചാറുകൾ, ഇഞ്ചിക്കറി അതെല്ലാം ഉണ്ടാക്കി വെക്കണത്. നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നമുക്കും അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇഞ്ചിക്കറി സത്യത്തിൽ വാങ്ങുകയാണ് ചെയ്തത്. അച്ചാർ ഞാൻ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഷോപ്പിൽ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം സദ്യയായിരുന്നു, ഇത്തവണ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് ബിരിയാണിയിലേക്ക് ആക്കി. വർക്കേഴ്സിന്, നമ്മുടെ യൂണിറ്റിലെ വർക്കേഴ്സിനും എല്ലാവർക്കും അത് തന്നെയാണ് കൊടുത്തത്. പിന്നെ പായസവും കൂടി കൊടുത്തു.